ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന 2 ക്വസ്റ്റ്യൻസാണ് സമാചാർ, ആത്മകഥ എന്നിവ. നമുക്കിന്നത്തെ ക്ലാസ്സിൽ അത് പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പതി ദ്വാര ഉപേക്ഷിതേ ബുലാക്കി കോ രാജവന്തി അപ്പനെ യഹാം ആശ്രയ ദേത്തി ഹേ. പതി മുഖാന്തരം, ഭർത്താവ് മുഖാന്തരം ഉപേക്ഷിക്കപ്പെട്ട ബുലാക്കി രാജവന്തി എന്ന് വെച്ചാൽ ബുലാക്കിക്ക് രാജവന്തി ആശ്രയം നൽകുന്നു. രാജവന്തിയുടെ വീട്ടിലെ വീണ്ടും അവർ എന്ത് ചെയ്തു? ആ കുട്ടിക്ക് ആശ്രയം നൽകി. സംഗീത് കെ ആധാർ പർ ബുലാക്കി കാ ആത്മകഥാം സേ തയ്യാർ കരെ. സംഗീതം എന്ന് വെച്ചാൽ സൂചനയാണ്. സംഗീതവും കെ ആധാർ, സൂചനയുടെ അടിസ്ഥാനത്തിൽ ബുലാക്കിയുടെ ആത്മകഥാംശം തയ്യാറാക്കുക. ക്വസ്റ്റിനകത്ത് 2-3 പോയിന്റ് തരും കേട്ടോ. ഓക്കെ, ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, എനിക്ക് ആൻസർ എഴുതുമ്പോൾ ടൈറ്റിൽ ആഡ് ചെയ്യണം കേട്ടോ. മേരാ ദൂസര ജന്മ എന്നെഴുതി. എൻ്റെ താഴേക്ക് നോക്കിയേ. സച്ച് ഏക മേരാ ദൂസര ജന്മ ഹേ. സച്ച് സത്യം, സത്യത്തിൽ ഇതെൻ്റെ 2ാം ജന്മമാണ്. യഹാം രാജവന്തി മാം ഖേ ഗർ കി നൗക്കരി കെ ലിയെ മേം ആയി. യഹാം ഇവിടെ, രാജവന്തി മാതാവിൻ്റെ വീട്ടിൽ, നൗക്കരി ജോലിക്ക് വേണ്ടി, മേം ആയി ഞാൻ വന്നു. ഏക് രാത്തെ ഒരു രാത്രിയിലെ, ഉസേ യുവക് കെ സാത്തെ ഭാഗുകെ ആ യുവാവിൻ്റെ കൂടെ ഞാൻ ഓടിപ്പോയി. അറിയാലോ, സ്റ്റോറി അറിയാലോ. ജോ കുച്ച പാസ് ദാ സബ് ബേച്ച്കർ ഘർ ബനായ. ജോ കുച്ച എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ പാസിലെ അരികിൽ അല്ലെ സമീപത്തെ ഉണ്ടായിരുന്നത്, സബ് ബേച്ച്കർ അതെല്ലാം ബേച്ചിന വിറ്റഴിച്ച്, ഘർ ബനായ വീട് നിർമ്മിച്ചു. കിസി ഗാവ് മേ ദശഹറെ ദിഖാനെ കെ ലിയെ ലേഗെ. ഏതോ ഗ്രാമത്തിൽ ദസറ കാണാൻ വേണ്ടി ലേഗെ എന്ന് വെച്ചാൽ കൊണ്ടുപോയി. വഹ അയാൾ എന്ന് വെച്ചാൽ ഭർത്താവ്, മുച്ചേ സരായ് മേ ചടുക്കർ ചലാ ഗയ. അയാൾ എന്നെ ആ സരായിൽ എന്ന് വെച്ചാൽ വഴിയമ്പലത്തിൽ ചോടുക്കർ ഉപേക്ഷിച്ചിട്ട് ചലാ ഗയ പോയി. മുझे एक दयालु व्यक्ति की करुणा से वापस आने की फुर्सत मिली. ഫൂർസത്തെ അവസരം, വാപ്പസ് മടങ്ങി വരിക. മുझे എനിക്ക് ഒരു ദയാലു വ്യക്തിയുടെ കരുണ കൊണ്ട് വാപ്പസ് മടങ്ങി വരാനുള്ള അവസരം മിലി കിട്ടി. യഹാം ഇവിടെ, രാജവന്തി മാം ബഹത്ത് പ്യാരി ഥി. രാജവന്തി അമ്മ വളരെ പ്യാരി ഥി, സ്നേഹം ഉള്ളവൾ ആയിരുന്നു. വേ അപ്പനെ ബേട്ടിക്ക് സമാൻ ദേഖി. അവർ എന്നെ മകളെ പോലെ കണ്ടു. മേം യഹാം ആത്തെ സമയെ കോട്ടരി കി ചാബി ദി ഥേ. കോട്ടരി മുറി, ചാബി താക്കോൽ. മേ യഹാം ഞാൻ ഇവിടെ വന്ന സമയത്തെ കോട്ടരിയുടെ മുറിയുടെ ചാബി ദീദി നൽകി. മാംനെ അമ്മ കരുണ ആർ പ്യാർ സേ കഹ. അമ്മ സ്നേഹത്തോടും കരുണയോടും പറഞ്ഞു. ചാബി കൊടുത്തിട്ട് അവർ സ്നേഹത്തോടും കരുണയോടും പറഞ്ഞു. തും ഈസ് കോട്ടരി മേ രഹോ और उसे कमरे की चाबी अपने पास रख लो. നീ ഈ കോട്ടരിയിൽ താമസിച്ചോളൂ. ഉസേ ആ കമരയുടെ, ആ മുറിയുടെ താക്കോലെ അപ്പനെ പാസെ നിൻ്റെ അരികിൽ വച്ചോളൂ എന്ന്. മാം കി പ്യാറ് മേരെ ജീവൻ മേ ഖുശി ഫർത്തി ദി. അമ്മയുടെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അങ്ങനെ എഴുതി കോളം വരച്ച് വേണം എഴുതി കൊടുക്കാൻ. ഫുൾ കോളത്തിനകത്ത് കേട്ടോ വേണം എഴുതാൻ. നല്ല ക്വസ്റ്റ്യനാണ്. എക്സാമിന് ആത്മകഥ ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും. नेक्स्ट क्वेश्चन देखिए. मशक वाला स्कूटर के बारे में अखबार में एक विशेष समाचार छप जाता है. ये समाचार लिखो. മശക്ക് വാല സ്കൂട്ടറിനെ പറ്റി എന്ത് ചെയ്തു? അഖബാർ എന്ന് വെച്ചാൽ വർത്തമാന പത്രത്തിൽ ഒരു വിശേഷമായ സമാചാർ ന്യൂസ് ചപ്പിന അച്ചടിച്ചു. ഏ സമാചാർ, ആ വാർത്ത എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സമാചാർ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് പരീക്ഷിക്കാവുന്നത് കേട്ടോ. നമുക്ക് ആൻസർ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സമാചാർ എന്നെഴുതുക. അതിനുശേഷം താഴേക്ക് ടൈറ്റിൽ കൊടുക്കണം. മശക്ക് വാല സ്കൂട്ടർ എന്ന് കൊടുക്കണം. എൻ്റെ താഴേക്ക് മാറ്റി എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് മാറ്റി ദില്ലി എന്നെഴുതുക. എന്നിട്ട് വേണം എഴുതാൻ. ദില്ലി എന്നുള്ള പ്ലേസ് അങ്ങനെ തന്നെ വേണം. ബാക്കി ഞാൻ എഴുതിയ പോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, വായിക്കാം. യഹാങ്കി സഡക്ക് പർ ഏക അജീബ് ദൃശ്യ ദേക്ക. ഇവിടെയുള്ള സഡക്ക് റോഡിൽ ഒരു അജീബ് എന്ന് വെച്ചാൽ വിചിത്രമായ ദൃശ്യം കണ്ടു. ഏക സ്കൂട്ടർ വാല ഷഹർ കെ ലോഗോं के पास से गाड़ी रुक कर उन्हें पानी देता है. ഇവിടെ ഏക സ്കൂട്ടർ വാല എന്താ ചെയ്തേ? ഷഹർ കെ, പട്ടണത്തിലെ ജനങ്ങളുടെ പാസിൽ അരികിൽ, ഗാഡി രുക്കുകർ വണ്ടി നിർത്തി, ഉൻഹെ അവർക്ക് പാനി ദേത്താ ഹെ ജലം നൽകുന്നു. ഉസ്നെ കഹാക്കി അയാൾ പറഞ്ഞു,
अपनी माम के उपदेश के अनुसार दूसरों की प्यास से बुझाती है. പ്യാസ് ബുझാന ദാഹം ശമിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞത് അയാളുടെ അമ്മയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആൾക്കാരുടെ ദാഹം ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അമ്മയുടെ ഉപദേശമാണ് മറ്റുള്ള ആൾക്കാരുടെ ദാഹം ശമിപ്പിക്കുക എന്നത്. രാഹഗീറോം കെ പ്രതി അപ്പനി ഗരീബി മേ ഫീ ധ്യാൻ ദേതാ ഹെ. രാഹഗീറോം സഞ്ചാരികൾ, യാത്രക്കാർ, കെ പ്രതി നേർക്കെ, ഗരീബി ദാരിദ്ര്യം, ധ്യാൻ ശ്രദ്ധ, നകെ രാഹഗീറോം കെ പ്രതി അതായത് യാത്രക്കാരുടെ നേർക്കെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിലും ശ്രദ്ധ ഉണ്ടായിരുന്നു. അയാൾക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു. എത്ര ദാരിദ്ര്യമായിരുന്നെങ്കിലും ആ യാത്രക്കാരുടെ നേർക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടായിരുന്നു. യഹാം കെ ലോകോം കെ ദിൽ മേം ഉസ്സെ റിസ്ത ജോഡത്തെ ഹെ. ഇവിടെയുള്ള ജനങ്ങളുടെ ദിൽ, മനസ്സിൽ അയാളുടെ റിസ്ത എന്ന് വെച്ചാൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് അദ്ദേഹത്തോടെ സ്നേഹമായിരുന്നു. അവരുടെ ദിൽ, മനസ്സിലെ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. യഹ് സേവാകാര്യ ബഡി ഖുശി സേ കർത്താ ഹെ. ഈ സേവാകാര്യങ്ങൾ, സേവനം വളരെയധികം ഖുശി, സന്തോഷത്തോടെയാണ് അദ്ദേഹം നിർവഹിച്ചത്, അല്ലെ ചെയ്തത്. ഇത്ര എഴുതി കോളം വരച്ച് കോളത്തിനകത്താണ് ഇത്രയും കാര്യങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, എക്സാമിന് ചോദിച്ചാൽ ഇത് തന്നെ വരും കേട്ടോ, സമാചാർ. നോക്കി അടുത്ത ക്ലാസ്സിൽ ഫൈനൽ എക്സാം പ്രഡിക്ഷൻ തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നോക്കിയിരിക്കണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.